ഇന്ന് ഈ പ്രശസ്തരും പ്രസക്തരുമൊക്കെയായ ആളുകൾക്ക്, സെലിബ്രിറ്റികൾക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ബൗൺസർമാരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ വിവാഹ ചടങ്ങുകളിലും പലയിടത്തും ബൗൺസർമാരൊക്കെ ഉണ്ട്, ആളുകളെ നിയന്ത്രിക്കാനും അതിൻ്റെ നടുവിലൂടെ ഈ ആളുകൾ വരുന്നതിനും സെലിബ്രിറ്റിയും ഒക്കെ വരുന്നതിന് വേണ്ടി. നമ്മുടെ മലബാർ ഫൈസലിക്കാടെയൊക്കെ വീട്ടിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി എത്രയോ കിലോമീറ്റർ കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിലാക്കിയാണ് അദ്ദേഹം ഹൗസ് വാമിംഗ് ഒക്കെ നടത്തിയത്. അങ്ങനെയുള്ള കാലത്ത് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം പോരാ, മരിക്കുമ്പോഴും ബൗൺസേഴ്സ് വേണം. ചിലതൊക്കെ പറഞ്ഞേൽപ്പിക്കണം. എന്നിട്ട് അതിന് വിരുദ്ധമായി നടക്കുമ്പോൾ പെതുക്കെ തോളിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കിണറ്റിലിടണം. കഴിഞ്ഞ 2-3 ദിവസമായി സാമൂഹ്യ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചയാണ്, നമ്മുടെ ശ്രീനിവാസനെ പോലെ ഒരു നടൻ മരണപ്പെട്ടു. എല്ലാം പറഞ്ഞു പോയൊരു മനുഷ്യനാണ്. തൻ്റെ കഥകളിലൂടെ, തിരക്കഥയിലൂടെ, അതിലെല്ലാം ഉപരി കിട്ടിയ മൈക്കിലൂടെയും വേദിയിലൂടെയും ഒക്കെ തൻ്റെ നിലപാടുകൾ പറഞ്ഞു പോയ ആൾ. വിശ്വാസിയാണെന്ന് പറയുമ്പോഴും ആൾ ദൈവങ്ങളെ എല്ലാ അർത്ഥത്തിലും എതിർത്തൊരാൾ. തൻ്റെ മതവിശ്വാസത്തിൻ്റെ ആന്തരിക പരിസരം എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു പോയ ഒരാൾ. അങ്ങനെ ഒരാൾ മരണപ്പെട്ടതിൻ്റെ അന്ത്യകർമ്മ വേളയിൽ ആ കുടുംബവും ബാക്കിയുള്ളവരുമൊക്കെ കൂടിയാലോചിച്ച് വെച്ചിരുന്ന ഒരു ക്രമീകരണത്തിനപ്പുറത്ത് സുനിൽ സ്വാമി എന്ന് പറയുന്ന ഒരാൾ, പുള്ളി ജയിലിലോ മറ്റോ എന്തോ കുറ്റകൃത്യമായിട്ട് കിടന്ന ആളാണെന്ന് തോന്നുന്നു, പുള്ളി രംഗപ്രവേശം ചെയ്ത് സംഗതി ചന്തമേറിയ പൂവിലും ശബളാഭമാ. പിന്നെ നമ്മൾ സാധാരണ ഈ ഈഴവ സമുദായത്തിലെ ഇതിന് ചെല്ലുന്ന ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് തുടങ്ങുന്ന ആ കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ഒക്കെ പാടി പുള്ളി അങ്ങ് കളന്നിറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കാൻ പോലും കഴിയാത്തവണ്ണം ആ നിമിഷത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ഇത് ഈ സുനിൽ സ്വാമിയുടെയോ ഇത്തരം സ്ഥലങ്ങളിലോ മാത്രമുള്ളൊരു സൂക്കേടല്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ യാതൊരു അവകാശവും ഇല്ലെങ്കിലും കയറി മേഞ്ഞങ്ങ് കളിക്കുന്ന ചില പ്രമാണിമാർ വരാറുണ്ട്. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം നടത്തുന്ന പ്രക്രിയയിൽ ഈ രണ്ടുപേരുടെയും തന്തയ്ക്കോ തള്ളയ്ക്കോ പോലും സ്വാധീനമില്ലാത്തവണ്ണം വേറെ നല്ല ഉശിരുള്ള തടിമുടുക്കുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കല്യാണ വീടുകളിൽ ഇപ്പോൾ ആ ഇടപെടൽ വളരെ കുറവാണ്. പക്ഷേ അതെല്ലാം കൂടി കാണുന്നത് ഈ മരണ വീടുകളിലാണ്. എടുക്ക് വെക്ക് തിരിക്ക് വടക്കോട്ട് കൊണ്ടുപോയി, ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, ഇപ്പോൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം സംഗതികളാണ് ഓരോ സ്ഥലത്തും വന്ന് കാണിക്കുന്നത്. എന്തെല്ലാം കോപ്രായങ്ങളാണ്, എന്തെല്ലാം വേലത്തരങ്ങളാണ്. ഇതിപ്പോൾ സുനിൽ സ്വാമിയുടെ മാത്രമല്ല, മുസ്ലിം മരണ വീടുകളിൽ കാണുന്നൊരു പ്രക്രിയയുണ്ട്. ഇതുപോലെ വന്ന് ചിലരങ്ങ് ഏറ്റെടുത്തിട്ട് നമ്മുടെ ഒരു കാര്യങ്ങളും തൃപ്തികരമായി ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ചിലർ വീട്ടിൽ മയ്യത്ത് നിസ്കരിക്കുന്നവരുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. പടച്ചോൻ സ്വീകരിക്കത്തില്ലയോ എന്നുള്ളത് പടച്ചോൻ തീരുമാനിച്ചോട്ടെ. പക്ഷേ ചിലരിങ്ങോട്ട് വന്നിട്ട് അതിവിടെ വേണ്ട, ഇവിടെ പറ്റത്തില്ല, ഇപ്പം അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സങ്കടപ്പെട്ടിരിക്കുന്ന വീട്ടുകാരെന്ത് ചെയ്യും? ചിലർക്ക് അവസാനം ഒന്ന് കാണണമെന്ന് കാണും, മക്കൾക്കും പിന്നെ ഉറ്റവർക്കും. അത് ചിലർ സമ്മതിക്കാതെ വരും. പിന്നെ ചിലരാണെങ്കിൽ അതിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് ഏറ്റെടുത്ത് അവരെ ബന്ധുക്കൾ പോയി കൊണ്ടുവരുന്നതിന് പകരം ഇവർ അങ്ങോട്ട് ഇടിച്ചു കയറി തോളയിലാക്കി എടുത്ത് കൈ കൊണ്ടുവരാനൊക്കെ ആവശ്യമില്ലാത്ത റോളുകൾ എടുക്കുന്നവർ. രണ്ടാമത് വേറൊരു പരിപാടിയുണ്ട്. ചില മാർഗമുള്ള മക്കളുള്ള വാപ്പാമാരാണ് മരിച്ചതെങ്കിൽ, മക്കൾ ജീവിച്ചിരിക്കുന്നെങ്കിലേ ഉള്ളൂ, ചിലരിങ്ങോട്ട് വന്ന് മണിക്കൂറിടവിട്ട് കൂട്ടമായി ദുആ, വരുന്നവരെല്ലാം അവരവരുടെ കണക്കിന് അങ്ങ് ദുആ. നമ്മുടെ ഒരാൾ മരിച്ചപ്പോൾ മയ്യത്ത് 4 മണിക്ക് കൊണ്ടുപോകണം. വളരെ അന്തരീക്ഷമൊക്കെ വളരെ മാറിയിരിക്കുന്നു. അന്നേരം ഇങ്ങോട്ട് വന്ന ഒരാൾ ഒരൊറ്റ ദുആ അങ്ങ് തുടങ്ങിയിട്ടോ പുള്ളിയെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് വഹി കിട്ടിയിട്ടേ പുള്ളി നിർത്തത്തുള്ളൂ. അവസാനം ഉടുപ്പിൽ പിടിച്ച് വലിക്കേണ്ടി വന്നു. കാരണം അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ആൾ നിൽക്കുന്നു. നമ്മൾ കൊണ്ടുപോകുന്നതിന് ഈ നമസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സമയം ക്രമീകരിച്ച് വേണം കൊണ്ടുപോകാൻ. ഇതൊന്നും പറ്റാത്തവണ്ണം അങ്ങ് തുടങ്ങി. ഇത് പാവപ്പെട്ടവൻ്റെ വീട്ടിലില്ല. പടച്ചവൻ്റെ തൃപ്തി ആഗ്രഹിച്ചാണെങ്കിൽ ഏത് മുഅ്മിനീങ്ങൾ മരിച്ചാലും ഇത് ചെയ്യണ്ടേ? ഒന്നെങ്കിൽ സംഘടന നോക്കി, അല്ലെങ്കിൽ കാശ് നോക്കി. അങ്ങനെയാണോ റസൂൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുള്ളത്? നിൻ്റെ സംഘടന നോക്കി നീ ദുആ ചെയ്, കാശുള്ളവൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ ചെയ്. ഇതങ്ങനെയല്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികളിൽ ഈ ഇടപെടലുണ്ട്. പിന്നെ ചില ഉസ്താദന്മാരുടെ ഒരു പ്രശ്നമുണ്ട്. വീട്ടുകാർ തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളിനോട് പറഞ്ഞായിരിക്കും കൊണ്ടുവന്നിരുത്തിയേക്കുന്നത്. അയാളെ ചിലപ്പോൾ ദൂരേന്ന് വരുത്തുന്നതായിരിക്കും. അവിടുത്തെ ഒരാളിങ്ങോട്ട് വന്ന് കയറി ഒരടിയടിച്ച് ദുആ അങ്ങ് നടത്തും. ഈ വിളിച്ചുകൊണ്ട് വന്നവനും അന്തിച്ചവിടെ ഇരിക്കും, മറ്റേ ആൾ ഞെട്ടി അവിടെ ഇരിക്കും. അല്ലെങ്കിൽ വീട്ടുകാരനോട് ചോദിക്കണം, എന്താ അതിൻ്റെ ക്രമീകരണം, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അവരുടെ ബന്ധത്തിലുള്ളതായിരിക്കും. ചിലപ്പോൾ മരണപ്പെട്ടു പോയ പിതാവോ മാതാവോ ആയിട്ട് വൈകാരിക ബന്ധമുള്ള ആളായിരിക്കും. ചിലപ്പോൾ കുടുംബക്കാരനായിരിക്കും. അത് അവർക്ക് വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ ഇത്തരത്തിൽ മരണാനന്തര ചടങ്ങുകളിലുള്ള ഈ അഭ്യാസം പലയിടങ്ങളിലും വ്യാപകമായി കാണാറുണ്ട്. ഇതൊക്കെ വ്യക്തിപരമായി പലരോടും പറയാൻ ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ അതൊക്കെ എല്ലാവർക്കും വലിയ പിണക്കവും ദേഷ്യവുമൊക്കെ വരും. ഇത് പൊതുവിൽ
പണ്ഡിതന്മാരും ഉസ്താദന്മാരും അതുപോലെ ഇതുപോലെ വരുന്ന ഈ സുനിൽ സ്വാമിയെപ്പോലുള്ളവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിവാഹാനന്തര ചടങ്ങ് നിയന്ത്രിക്കാൻ ഗുണ്ടാ സംഘത്തെ ഏർപ്പെടുത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചേക്കണം. ദാണ്ട മൂന്നാം പാത്തയുടെ ദുആ ഇന്ന ആളാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ആരെങ്കിലും ദുആ ചെയ്താൽ അവരെ പൊക്കി അങ്ങ് കൊണ്ടുപോകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗതികേടിൻ്റെ സന്ദർഭം അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെ സന്ദർഭം. ഇപ്പം ഇവിടെ തന്നെ ഈ സുനിൽ സ്വാമി അവർ ആഗ്രഹിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല, ഒന്നുമില്ല എന്ന് മാത്രമല്ല, ശ്രീനിവാസന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റ് കന്നം പുളക്കെ അടിയും കൊടുത്തേനെ. അത് വഹിച്ചിട്ടങ്ങ് പോയി. നോക്കുമ്പോൾ എന്തുവാ, ചാനൽ മുഴുവൻ കാണിക്കുന്നത് ഈ പുള്ളിയുടെ ദിക്റ. ഞാനും കണ്ടങ്ങ് ഞെട്ടിപ്പോയി, എടാ ഇത് എവിടുന്ന് വന്നെന്നും പറഞ്ഞു. പിന്നാണ് ഈ കുറിപ്പ് കാണുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ.